ക്വസ്റ്റ്യൻ നമ്പർ 22. ഇത് സീക്വൻസസ് ആൻഡ് സീരീസിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് a1 is equal to 1 and for n greater than or equal to 1 an plus 1 is equal to 1 by 2 an plus n square minus 2n minus 1 divided by n square into n plus 1 the whole square. അപ്പൊ നോക്കിയേ, ഒരു സീക്വൻസ് an അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ n is equal to 1 to infinity an minus 2 by n square അതിന്റെ മോഡുലസ് ആണ്. അപ്പൊ എനിക്ക് an മൈനസ് 2 by n സ്ക്വയർ എന്ന് പറയുന്ന സീക്വൻസിലെ എലിമെന്റ്സിന്റെ സം ആണ് കണ്ടുപിടിക്കാനുള്ളത്. ശരിയാണല്ലോ, അതിന്റെ മോഡുലസ് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആ തന്നിരിക്കുന്ന an എന്ന് പറയുന്ന സീക്വൻസ് ഒന്ന് എടുക്കുന്നു. an എന്ന് പറയുന്ന സീക്വൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? an plus 1 is equal to 1 by 2 an plus അല്ലെ n സ്ക്വയർ മൈനസ് 2n മൈനസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതാണല്ലോ an എന്ന് പറയുന്ന സീക്വൻസ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇംപ്ലൈസ് an പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 by 2 an പ്ലസ് ഞാൻ എന്താ ഈ n സ്ക്വയറിനെ 2n സ്ക്വയർ മൈനസ് n സ്ക്വയർ എന്നൊന്ന് എഴുതുന്നു. ആദ്യത്തെ n സ്ക്വയറിനെ ഞാൻ 2n സ്ക്വയർ മൈനസ് n സ്ക്വയർ എന്ന് എഴുതി. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ. മൈനസ് 2n ഉണ്ട്, മൈനസ് 1 ഉണ്ട്, ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇംപ്ലൈസ് an പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 by 2 an പ്ലസ് 2n സ്ക്വയർ. ബാക്കിയുള്ള 3 ടേംസിൽ നിന്നും ഞാൻ മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പൊ മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ആയിട്ട് മാറത്തില്ലേ? ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇംപ്ലൈസ് an പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു an പ്ലസ് 2n സ്ക്വയർ മൈനസ് ഈ ബ്രാക്കറ്റിനകത്ത് വന്നിരിക്കുന്നത് n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണെന്ന് കാണാൻ പറ്റും. അപ്പൊ അതിനെ നമുക്ക് n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 സ്ക്വയർ. ഇംപ്ലൈസ് an പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 by 2 an പ്ലസ് അടുത്ത ടേമില് ആ ഡിനോമിനേറ്ററിലുള്ള എക്സ്പ്രഷനെ ന്യൂമറേറ്ററിലെ ഓരോ ടേമിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താലോ, ഡിവൈഡ് ചെയ്ത് കൊടുത്താലോ. അപ്പൊ ആദ്യം എന്ത് കിട്ടും? 2n സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 സ്ക്വയർ. അപ്പൊ n സ്ക്വയറുകൾ കട്ട് ചെയ്തിട്ട് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1ന്റെ സ്ക്വയർ എന്ന് കിട്ടും. സമ്മതിക്കോ? അടുത്തതിന് കൊടുക്കുമ്പോഴോ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ മൈനസ് 1 ബൈ n സ്ക്വയർ എന്ന് കിട്ടും. കണ്ടോ? ഇംപ്ലൈസ് an പ്ലസ് 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1ന്റെ സ്ക്വയർ. ഞാൻ എന്ത് ചെയ്തു? ഈ ടേമിനെ മറു സൈഡിലേക്ക് കൊണ്ടുപോയി. യെസ്, ഇസ് ഈക്വൽ ടു പിന്നെ റൈറ്റ് സൈഡിലുള്ളത് 1 by 2 an ഉണ്ട്, മൈനസ് 1 by n സ്ക്വയർ ഉണ്ട്. ഉറപ്പാണല്ലോ? ഇംപ്ലൈസ് an പ്ലസ് 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഞാൻ റൈറ്റ് സൈഡിലുള്ള 2 ടേംസിൽ നിന്നും 1 by 2 കോമൺ ആയിട്ട് എടുക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ നിന്ന് 1 by 2 കോമൺ ആയിട്ട് എടുത്താൽ 1 by 2 ഇൻറ്റു an മൈനസ്, പക്ഷെ എനിക്ക് 1 by n സ്ക്വയറിൽ നിന്നും 1 by 2 എടുക്കാൻ അവിടെ കാണുന്നില്ല. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം. 2 by n സ്ക്വയർ എന്നായിട്ട് മാറത്തില്ലേ? അല്ലെ? ശരിക്കും പറഞ്ഞാൽ നോക്കിയേ മക്കളെ, ഈ സീക്വൻസിന്റെ സമ്മല്ലേ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഒരു കാര്യം ചെയ്യുന്നു, ഞാൻ ആ സീക്വൻസിന്റെ nth ടേമിനെ ഒരു tn എന്ന് പേരിട്ട് വിളിക്കുന്നു. അപ്പൊ tn എന്നുള്ളത് ഞാൻ എന്തായിട്ട് എടുക്കുന്നു? an മൈനസ് 2 by n സ്ക്വയർ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സിഗ്മ tn ആണ് ഫൈനലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? യെസ്. അപ്പൊ ഇതിനെ ഞാൻ tn എന്ന് കൊടുത്താലേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത് tn പ്ലസ് 1 ആയിട്ട് മാറത്തില്ലേ? അപ്പോ tn പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു tn എന്ന് വരും. വേർ tn ആയിട്ട് നമ്മൾ എന്താ എടുത്തത്? an മൈനസ് 2 by n സ്ക്വയർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടോ? അപ്പൊ നോക്കിയടാ, an മൈനസ് 2 by n സ്ക്വയർ എന്നതാ ഇവിടെ വന്നിരിക്കുന്നതിനെ ഞാൻ tn എന്ന് പേരിട്ട് വിളിച്ചു.
അപ്പൊ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ടി എന്നുകളുടെ സമ്മാണ് നമുക്ക് ഫൈനലി വേണ്ടത്. അതിനെ ഞാൻ ടി എൻ എന്ന് എടുത്താൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ടി എൻ പ്ലസ് 1 തന്നെയായിട്ട് മാറുമല്ലോ. അപ്പൊ നമുക്ക് പുതിയൊരു സീക്വൻസ് ടി എൻ വന്നിട്ടുണ്ട്. ടി എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1/2 T1 അല്ലെ. അപ്പൊ ടി എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1/2 TN. ഇവിടെ നിന്ന് എനിക്ക് ടി എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ടി എൻ ഇസ് ഈക്വൽ ടു 1/2 എന്നെഴുതാമല്ലോ. ഏത് എന്നെ എടുത്താലും ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ടി എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ടി എൻ ഇസ് ഈക്വൽ ടു 1/2 എന്ന് വരുന്ന ഒരു സീക്വൻസ് ആണ് ടി എൻ എന്ന് പറയുന്നത് അല്ലെ. എന്താ ടി എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ടി എൻ എന്ന് പറഞ്ഞാല്? ഒരു ടേം ഡിവൈഡഡ് ബൈ അതിന് തൊട്ട് മുമ്പുള്ള ടേം. അത് ഒരു കോൺസ്റ്റന്റ് 1/2 ആണ് ഏത് എന്നെ എടുത്താലും. അപ്പൊ ടി എൻ എന്ന് പറയുന്ന സീക്വൻസിനകത്തെ ഏതൊരു ടേമിനെയും അതിന് തൊട്ട് മുൻപുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത് 1/2. അങ്ങനെ പ്രത്യേകതയുള്ള സീക്വൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ. അപ്പൊ 1/2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന സീക്വൻസ് ആണ് നമുക്ക് ടി എൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. അതായത് ടി എൻ എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? അല്ലെ. therefore ടി എൻ ഈസ് എ ജി പി. ഒരു ജി പി ആണ്. അതിന്റെ കോമൺ റേഷ്യോ വിത്ത് ആർ ഇസ് ഈക്വൽ ടു 1/2. ശരിയല്ലേ? ഇനി ഈ ജി പിയുടെ ഫസ്റ്റ് ടേം എന്താ വരിക? ഓൾസോ എ ഇസ് ഈക്വൽ ടു, എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ലെ, T1 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ടി എൻ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്തിനാ? ടി എൻ ഇസ് ഈക്വൽ ടു എ എൻ മൈനസ് അല്ലെ, എന്തിനാ നമ്മൾ ടി എൻ കൊടുത്തത്? 2/n² അല്ലെ. അപ്പൊ T1 കിട്ടണമെങ്കിൽ എന്നിന് 1 കൊടുക്കാം. സോ A1 മൈനസ് 2/1². അതായത് എന്താ A1 നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് തന്നെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 1 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ A1ന് എനിക്ക് 1 കൊടുക്കാമല്ലോ. അപ്പൊ ഇത് 1 മൈനസ് 2/1, അതായത് 1 മൈനസ് 2 മൈനസ് 1 എന്ന് കിട്ടും. അപ്പൊ എ എന്ന് പറയുന്നത് -1. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യത്തിലേക്ക് വരാം. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ an മൈനസ് 2/n². ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. n is equal to 1 to infinity എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ n is equal to 1 to infinity an മൈനസ് 2/n². ഇതിന്റെ മോഡുലസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം, എന്നിട്ട് ഫൈനലി അതിന്റെ മോഡുലസും എടുക്കാം. ശരിയാണല്ലോ? അപ്പൊ ഇതെന്ന് പറയുന്നത് is equal to സിഗ്മ n is equal to 1 to infinity Tn അല്ലേ മക്കളെ? അല്ലെ. അതായത് T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് എക്സെട്ര. അപ്പൊ Tn എന്ന് പറയുന്ന സീക്വൻസിന്റെ അതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ജി പിയുടെ സമ്മല്ലേ നമുക്ക് വേണ്ടത്. മാത്രമല്ല ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസിന്റെ സമ്മല്ലേ വേണ്ടത്. അപ്പോൾ ഒരു ജി പിയുടെ ഇൻഫിനിറ്റ് ടൈംസിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. ജി പിയുടെ ഇൻഫിനിറ്റ് ടൈംസിന്റെ സം നമുക്കറിയാം a ഡിവൈഡഡ് ബൈ 1 - r ആണല്ലോ. പക്ഷെ ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കോമൺ റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ 1. ഇവിടെ കോമൺ റേഷ്യോ 1/2 ആണ്. അത് 1-നേക്കാൾ ചെറുതുമാണ്. സോ ഈ ഇൻഫിനിറ്റ് സം എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ് ഈക്വൽ ടു എന്താ? എ എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 1 - r. r എത്രയാ? 1/2. ശരിയല്ലേ? അപ്പൊ ഇത് 1 ഡിവൈഡഡ് ബൈ 1/2. എ എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലെ. ഫസ്റ്റ് ടേം -1 ആണ്. സോ -1 ഡിവൈഡഡ് ബൈ 1 - 1/2. 1 - 1/2 1/2 തന്നെ. സോ ഫൈനൽ ആൻസർ എത്രയാ? -2 എന്നാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ മോഡുലസ് അല്ലേ വേണ്ടത്. അപ്പൊ therefore മോഡുലസ് ഓഫ് സിഗ്മ n is equal to 1 to infinity an മൈനസ് 2/n² എന്നുള്ളത് ഈക്വൽ ടു mod -2 which is equal to 2. So the final answer is 2.